കോളേജ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ജൂനിയർ വിദ്യാർത്ഥികളെ അവഹേളിച്ചാൽ റാഗിംഗ് ആയി പരിഗണിക്കാമെന്ന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ പറയുന്നു. അനൗപചാരിക വാട്സാപ്പ് ഗ്രൂപ്പുകൾ നിരീക്ഷിക്കാൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് UGCയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. എന്തായാലും നല്ലൊരു തീരുമാനമാണ് UGC പറഞ്ഞിരിക്കുന്നതെന്ന് വേണം പറയാൻ. വിവരങ്ങൾ പറയും. തീർച്ചയായും SKN, ഈ വിഷയത്തിൽ റാഗിംഗ് എന്നുള്ളത് നേരിട്ടുള്ള റാഗിംഗ് മാത്രമല്ല, വാട്സപ്പ് ഗ്രൂപ്പുകൾ അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ കൂട്ടം ചേർന്ന് അപമാനിക്കുന്നതും റാഗിംഗ് ആയി തന്നെ കണക്കാക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് UGC എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് UGC ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ അപമാനിക്കുന്നത് അത് റാഗിംഗ് ആയി തന്നെ കണക്കാക്കി കർശന നടപടിയെടുക്കണം, നിയമപരമായ നടപടി ഇത്തരം സംഭവങ്ങളിൽ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് UGC നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ അനൗദ്യോഗികമായ വാട്സപ്പ് ഗ്രൂപ്പുകൾ പലപ്പോഴും കോളേജ് ഹോസ്റ്റലിൻ്റെയോ അല്ലെങ്കിൽ ബാച്ചുകളുടെയോ കോഴ്സുകളുടെയോ പേരിലുള്ള മറ്റും ഉള്ള ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള വ്യാപകമായി ജൂനിയർ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ റാഗിങ്ങിന് വിധേയമാക്കുന്നതായുള്ള വിവരം അത്തരത്തിൽ കത്തുകൾ ഉൾപ്പെടെ UGCക്ക് ലഭിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി UGCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരം ഗ്രൂപ്പുകൾ നിരീക്ഷിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതിൽ റാഗിംഗ് കണ്ടെത്തിയാൽ കർശന നടപടി അത്തരം വിദ്യാർത്ഥികൾക്കെതിരെ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്ന കർശന നിർദ്ദേശമാണ് UGC നൽകിയിരിക്കുന്നത്. വീഴ്ചയുണ്ടാവുകയാണെങ്കിൽ ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഫണ്ട് അത് തടഞ്ഞു വയ്ക്കുന്നത് അടക്കമുള്ള കർശന നടപടികൾ UGCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നും നിർദ്ദേശം നൽകിയിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഗുജറാത്തിൽ ചേർന്ന VCS കോൺഫറൻസിലും ഈ വിഷയം ചർച്ച ചെയ്തു എന്നാണ് വിവരം. SKN. താങ്ക് യു ബൽറാം നെടുങ്ങാടി.